ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു പാറൂസ് വേൾഡ്. ഇന്ന് നമുക്ക് നല്ലൊരു ചിക്കൻ കറിയുടെ റെസിപ്പി നോക്കിയാലോ. ഉരുളക്കിഴങ്ങെല്ലാം ചേർത്ത് വയ്ക്കുന്ന നല്ലൊരു സൂപ്പർ ചിക്കൻ കറി. അതിനായി നമ്മളൊരു ചട്ടി അടുപ്പത്തേക്ക് വെച്ച് മീഡിയം സൈസിൽ അരിഞ്ഞിരിക്കുന്ന സവോള ഇട്ട് നന്നായി വഴറ്റിയെടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായ ഇഞ്ചി, വെളുത്തുള്ളി എന്നിവ നന്നായി ചതച്ചെടുക്കുക. ശേഷം വഴന്നു വന്ന സവോളയിലേക്ക് നമുക്ക് ഒരു വലിയ തക്കാളി ചേർത്ത് കൊടുക്കാം. നന്നായി വഴറ്റിയ ശേഷം ഇതിലേക്ക് 3-4 പച്ചമുളക് ചേർത്ത് നന്നായി ഒന്നുകൂടി വഴറ്റി കൊടുക്കാം. ഇനി അടച്ചു വെച്ച് നമുക്ക് ഒരു 4 മിനിറ്റ് നേരം നന്നായി വേവിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായ പൊടികൾ ചേർത്ത് കൊടുക്കുകയാണ്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, അതുപോലെ തന്നെ 1 ടീസ്പൂൺ മുളക് പൊടി എന്നിവ നമ്മൾ ചേർത്ത് കൊടുക്കാം. നല്ല കളർ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കാശ്മീരി മുളക് പൊടി ഉപയോഗിക്കാം. ഞാനിവിടെ സാധാ എരിവുള്ള മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന 1 കിലോ ചിക്കൻ ചേർത്ത് നന്നായി വഴറ്റി യോജിപ്പിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞ് വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് കൂടി ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കാം. പിന്നീട് ഇതിലേക്ക് ചിക്കൻ വേകുന്നതിനാവശ്യമായ വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് നന്നായി മൂടി വെച്ച് 20 മിനിറ്റ് നേരം നന്നായി വേവിച്ചെടുക്കാം. ഇപ്പോൾ ഏകദേശം ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ചിക്കനൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ ചിക്കൻ മസാലയും അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ ചിക്കൻ കറി തയ്യാറായിട്ടുണ്ട്. കറിവേപ്പില കൂടി ചേർത്ത് നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ച് മല്ലിയിലയും ചേർക്കാം. ഈ രീതിയിൽ നിങ്ങൾ ഒരു പ്രാവശ്യം ചിക്കൻ കറി വെച്ചാൽ പിന്നീട് നിങ്ങൾ ഈ രീതിയിൽ മാത്രമേ ട്രൈ ചെയ്യുള്ളൂ. അത്രയും ടേസ്റ്റിയായ ചിക്കൻ കറിയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ രേഖപ്പെടുത്താൻ മറക്കരുതേ. തനിമയാർന്ന മറ്റൊരു ഡിഷുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.